ഇന്നത്തെ ഫസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ഈ വരാൻ പോകുന്ന റസൽമേനിയയുടെ മെയിൻ ഇവന്റിനെ കുറിച്ചാണ്. ഇന്നലെ വന്നൊരു റിപ്പോർട്ട് പ്രകാരം WWE പ്ലാൻ ചെയ്യുന്നത് റസൽമേനിയയ്ക്ക് മുമ്പായിട്ട് റോമൻ റെയിൻസ് ഡ്രൂ മാക്കിൻറ്ററിനെ തോൽപ്പിക്കും. അങ്ങനെ WWE ചാമ്പ്യൻ ആയിട്ടുള്ള റോമൻ റെയിൻസും കോഡി ആയിട്ടുള്ള മൂന്നാമത്തെ മാച്ചാണ് റസൽമേനിയ മെയിൻ ഇവന്റ് ചെയ്യാൻ പോകുന്നതാണ്. ഇവരുടെ ഒറിജിനൽ പ്ലാൻ റോമൻ റെയിൻസ് റംബിൾ വിൻ ചെയ്തുകൊണ്ട് ചാമ്പ്യനായ കോഡിയെ തോൽപ്പിക്കുന്നതായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഡ്രൂവിന് ചാമ്പ്യൻഷിപ്പ് കൊടുത്തുകൊണ്ട് ഈ റസൽമേനിയ മെയിൻ ഇവന്റിന്റെ അകത്ത് ഒറിജിനലി ഉണ്ടായിരുന്ന പ്ലാൻസിന്റെ അകത്ത് കുറച്ച് മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തി. പിന്നെ അഡീഷണലി പറഞ്ഞേക്കുന്നത് കോഡിയെ ഹീൽ ആക്കാൻ വേണ്ടി പ്ലാനിംഗ് ഒന്നുമില്ല, പക്ഷെ നമ്മുടെ ഓഡിയൻസിന്റെ അകത്ത് ചെറിയൊരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കുന്നത് ട്രിപ്പിൾ എച്ചിന് കോഡി റസൽമേനിയ വിൻ ചെയ്യണമെന്നാണ്. അപ്പോൾ അതിന്റെ കൂടെ പ്ലാൻ കൂട്ടിയാണ് മേനിയയ്ക്ക് മുമ്പ് കോഡിയുടെ കയ്യിൽ നിന്ന് ആ ടൈറ്റിൽ മാറ്റിയത്. ഈ പുതിയ പ്ലാൻ പ്രകാരം റോമൻ റെയിൻസ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് മേനിയയിലേക്ക് വരും. എന്നിട്ട് കോഡിയായിട്ടുള്ള ഈ മൂന്നാമത്തെ മാച്ചിന്റെ അകത്ത് കോഡി വീണ്ടും ടൈറ്റിൽ വിൻ ചെയ്യുമെന്നാണ്. ഇത് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഇബാവോ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ആണ്. ഞാൻ യൂഷ്വലി ഇവന്റെ റിപ്പോർട്ട്സ് മൈൻഡ് ചെയ്യാറില്ല, കൂടുതൽ ഒരു AEW ഫേവർ ചെയ്തുകൊണ്ടുള്ള ജേർണലിസ്റ്റ് ആണ്. അപ്പൊ ഇത്ര ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഹ്യൂജ് ലീക്ക് ഇവന്റെ കയ്യിലേക്ക് എങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ എന്തായാലും ഇതിന് റൂമറായിട്ട് കരുതിയാൽ മതി. ഇതിന്റെ എന്തെങ്കിലും അഡീഷണൽ കൺഫർമേഷൻ ഫൈറ്റ്ഫുള്ളോ അല്ലെങ്കിൽ റെസ്ലിംഗ് ഒബ്സർവർ എന്ന് പറയുന്ന ആ ന്യൂസ് ഏജൻസിന്നോ വരുമെന്ന് നോക്കണം. ഈ ഒറിജിനൽ റിപ്പോർട്ട് ഇപ്പോൾ ഓൺലൈനിൽ ഒത്തിരി ഷെയർ ആവുന്നുണ്ട്. അതാ ഞാൻ നിങ്ങളെയും കൂടെ അറിയിച്ചേക്കാന്ന് വെച്ചത്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന യൂറോപ്പിലെ ലൈവ് ഷോയ്ക്കകത്തെല്ലാം കോഡി വേഴ്സസ് ഡ്രൂവിന്റെ മാച്ചുകൾ വീണ്ടും നടക്കുന്നുണ്ട്. അതിലെല്ലാം കോഡി ഡിസ്ക്വാളിഫിക്കേഷൻ വഴി ആ മാച്ച് വിൻ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടതിന്റെ അകത്ത് ഡ്രൂവിനെ ഒരു ടേബിളിലേക്ക് ഇട്ടിട്ട് കോഡി ടോപ്പായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഷോകൾ എൻഡ് ചെയ്യുന്നത്. പിന്നെ ഈ പ്ലാൻസ് പോലെ റോമനാണ് ചാമ്പ്യൻ ആവുന്നെങ്കിൽ കോഡിയായിട്ട് മാച്ച് വേണമെങ്കിൽ കോഡി ഒന്നെങ്കിൽ റോയൽ റംബിൾ വിൻ ചെയ്യണം, അല്ലെങ്കിൽ എലിമിനേഷൻ ചേംബർ വിൻ ചെയ്യേണ്ടി വരും. ഇതിങ്ങനെ വല്ലതാണ് പ്ലാൻ ചെയ്യുന്നെങ്കിൽ റോമൻ വേഴ്സസ് കോഡിയുടെ ഒരു തേർഡ് മാച്ചിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ്സ് അറിയിക്കേ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് WWE ഒരു പുതിയ സ്റ്റാറിന്റെയാണ്. AEWയിലെ പവർ ഹൗസ് ഹോബ്സിന്റെ കോൺട്രാക്ട് ഇന്നലെ തീർന്നായിരുന്നു. റൂമേഴ്സ് പ്രകാരം WWE കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഇവനെ നോട്ട ഇട്ടിരുന്ന അതിന്റെ കൂടെ കുറച്ച് ലീക്ക് ചെയ്ത റിപ്പോർട്ട്സ് പ്രകാരം WWEയിലേക്ക് തന്നെയാണ് ഹോബ്സ് വരുന്നതെന്നുമാണ്. അത് NXT സ്കിപ്പ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് മെയിൻ റോസ്റ്ററിലേക്കാണെന്നാണ് കേൾക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും AEWക്കകത്ത് ഇവന്റെ മാച്ചസ് കണ്ടിട്ടുണ്ടെങ്കിൽ കൊള്ളാവോ ഇല്ലേന്നൊന്ന് കമന്റ്സ് അറിയിച്ചേര്. എന്തായാലും ആളെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് ഉണ്ട്. പ്രായം 34 ഉള്ളു. അപ്പോൾ ഉറപ്പായിട്ടും WWE ആയിട്ട് ഒരു 5 ഇയേഴ്സിന്റെ ഡീലായിരിക്കും സൈൻ ചെയ്യേണ്ടി പോകുന്നത്. പിന്നെ വേറൊരു സൂപ്പർ സ്റ്റാർ അപ്ഡേറ്റ്, പണ്ടത്തെ ഐക്കോണിക്സിന്റെ TNA കോൺട്രാക്ട് എക്സ്പയർ ആയി. അവർ ചിലപ്പം WWEയിലേക്ക് വരാൻ വേണ്ടി ഒരു ചാൻസ് ഉണ്ട്. പിന്നെ TNA കുറിച്ച് പറയുമ്പോൾ ഇന്ന് അവരുടെ AMC TVയുടെ നെറ്റ്വർക്ക് ഡെബ്യൂ ആയിരുന്നു. ഷോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി വന്നത് AJ സ്റ്റൈൽസ് ആയിരുന്നു. ഇതിപ്പം TNAക്ക് നല്ലൊരു ബൂസ്റ്റ് വരും. പിന്നെ പണ്ടത്തെ WWEയിലെ സോണിയ ഡെവിയിലും കോറ ജേഡും TNA ആയിട്ട് ഇന്ന് സൈൻ ചെയ്യുകയും ചെയ്തു. പിന്നെ WWEയുടെ തന്നെ വേറൊരു അപ്ഡേറ്റ് ഉണ്ട്. റിപ്പോർട്ട്സ് പ്രകാരം ഇവര് ലോക്കൽ ഇന്ത്യ പ്രൊമോഷനിൽ നിന്ന് കൂടുതൽ മെയിൽ ടാലന്റ്സിനെ ഹയർ ചെയ്യാൻ പോവാന്നാണ്. ഓൾറെഡി പ്രോമോ കട്ട് ചെയ്യാൻ അറിയാവുന്നതും ഇൻറിംഗിന്റെ അകത്ത് റെഡി ആയിട്ടുള്ള കുറച്ച് റെസ്ലേഴ്സിനെ ഇവർക്ക് ആവശ്യമുണ്ടെന്നാണ്. ഇതെന്തായാലും NXTക്ക് ഒരു ഹ്യൂജ് ബൂസ്റ്റ് ആയിരിക്കും. കാരണം ഇപ്പോഴത്തെ NXTക്കകത്ത് മെൻസ് ഡിവിഷൻ വളരെ വീക്കാണ്. അപ്പോൾ ഈ ഇന്ത്യ സീനിന്റെ അകത്ത് കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റെസ്ലേഴ്സ് വരുവാണെങ്കിൽ ആ NXTയുടെ ഓവറോൾ ക്വാളിറ്റി നല്ലോണം ഇമ്പ്രൂവ് ആവും. പിന്നെ നമുക്ക് കുറച്ച് ഇന്റർവ്യൂ അപ്ഡേറ്റ്സുകളുണ്ട്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് അപ്പിയർ ചെയ്ത ഒരു പോഡ്കാസ്റ്റിന്റെ അകത്ത് റിട്ടേൺ ഡേറ്റിനെ കുറിച്ച് ഇപ്പോൾ ഒരു കൺഫർമേഷൻ ഇല്ലെന്നാണ് അറിയിച്ചേക്കുന്നത്. ഷോൾഡർ ഇഞ്ചറിയുടെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പം 3 മാസം കഴിഞ്ഞ് സെത്തിന് നോർമൽ ആയിട്ടുള്ള ഡേ ടു ഡേ ലൈഫിന്റെ അകത്ത് ഷോൾഡറിന് ഇപ്പം പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ ഇൻറിംഗ് റിട്ടേണിന്റെ അകത്ത് ഇപ്പോഴും റെഡി ആയിട്ടില്ലെന്നാണ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് സെത്ത് പറഞ്ഞത് ഫെബ്രുവരി മാർച്ചോട് കൂടി വരാൻ പറ്റുമായിരിക്കും എന്നാണ്. എനിക്ക് തോന്നുന്നത് ഫുൾ റിക്കവറി മാർച്ചിലേ ഉള്ളെങ്കിൽ ഇവർ അല്പോടെ വെയിറ്റ് ചെയ്തിട്ട് റെസൽമേനിയയിലോ അല്ലെങ്കിൽ റോ ആഫ്റ്റർ റെസൽമേനിയയിലോ റിട്ടേൺ ചെയ്യിപ്പിക്കുമായിരിക്കും. പിന്നെ വേറൊരു പോഡ്കാസ്റ്റിന്റെ അകത്ത് CM Punk ഉണ്ടായിരുന്നു. അതിൽ പുള്ളിയുടെ റിട്ടയർമെന്റിനെ കുറിച്ച് ചോദിച്ചപ്പം ഇപ്പോൾ ഒന്നും പ്ലാനില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. 47 വയസ്സ് അത്രയ്ക്ക് ഓൾഡ് അല്ലെന്നും മെക്സിക്കോയിലൊക്കെ പല ലൂച്ചഡോഴ്സും 60-70 വയസ്സുമായിട്ട് റെസ്ൽ ചെയ്യുന്നുണ്ടെന്ന് തമാശയ്ക്ക് പറഞ്ഞ്. പക്ഷേ എങ്കിലും പുള്ളി 50ാമത്തെ വയസ്സിൽ ബൂട്ട്സ് ഹാങ് അപ്പ് ചെയ്യുമെന്നും പറഞ്ഞു. അപ്പോൾ ഇനി ഒരു 2.5-3 വർഷം കൂടിയേ ഉള്ളൂ പങ്കിനെ നമുക്ക് WWEയിൽ റെസ്ലറായിട്ട് കാണാൻ പറ്റുള്ളൂ. റിട്ടയർമെന്റ് കഴിഞ്ഞാലും NXTയുടെയോ അല്ലെങ്കിൽ മെയിൻ റോസ്റ്ററിന്റെയോ ബാക്ക് സ്റ്റേജിലെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ക്രിയേറ്റീവ് റോളിലേക്ക് ഉറപ്പായിട്ടും പങ്ക് കാണും. ഇതേ ആഗ്രഹം തന്നെയാണ് സെത്ത് റോളിൻസിനും ഉള്ളത്. അതുകൊണ്ട് ഇവരെയൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ്സിന്റെ അകത്ത് ഉറപ്പായിട്ടും കാണാൻ വേണ്ടി പറ്റും. പിന്നെയുള്ള റെസൽമേനിയയുടെ വുമൻസ് മാച്ചിന്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാൻ. റിയ റിപ്ലി വേഴ്സസ് ഇയോ സ്കൈ നൈറ്റ് 1 ഒരു മെയിൻ ഇവന്റ് ആക്കാൻ വേണ്ടിയാണ്. ഇതും റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ റിപ്പോർട്ടർ തന്നെയാണ്. അതുകൊണ്ട് ഒരു റൂമറായിട്ട് മാത്രം കരുതിയാൽ മതി. ഈ മാച്ച് ഒരു പ്യുവർ ഫ്യൂഡ് മാച്ച് മാത്രം ആവുമെന്ന് തോന്നുന്നു. കാരണം ഇയോയും റിയയും വേൾഡ് ടൈറ്റിൽ പിക്ചറിന്റെ അകത്തേ ഇപ്പം. പിന്നെ വുമൻസ് ഡിവിഷനിലെ വേറൊരു അപ്ഡേറ്റ്, ടിഫനി സ്ട്രാറ്റനോട് ഞാൻ റിട്ടേൺ ചെയ്യുന്നതാണ്. റെസൽമേനിയ 42ന്റെ അകത്ത് ഫീച്ചർ ചെയ്യാൻ പ്ലാൻസുകൾ ഉണ്ടെന്ന് കേൾക്കുന്നത്. ബിയാങ്ക ബെല്ലാന്റെ റിട്ടേൺ ഇല്ലെങ്കിൽ ലിവോ ടിഫണിയോ ആയിരിക്കും റംബിൾ വിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫേവറേറ്റ്സ്. പിന്നെ റോയൽ റംബിളിന്റെ ഒരു സ്റ്റേജ് അപ്ഡേറ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞ തവണ കണ്ടതിനേക്കാളും വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. ആ സ്ട്രക്ചറൊക്കെ അല്പോടെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് അഡീഷണൽ കുറച്ച് സീറ്റിംഗ് റോസും കൂടെ കാണാൻ പറ്റുന്നുണ്ട്. എൻട്രൻസിന്റെ സ്റ്റേജും ഇവരുടെ ബാക്ക് സ്റ്റേജിലെ ഗൊറില്ല ഏരിയയും ഫ്ലോർ സീറ്റ്സും ഒന്നും ഇപ്പോഴും ആയിട്ടില്ല. ഇനിയിപ്പോൾ 2 ആഴ്ച കൂടെ ഉള്ളു അതിന്റെ അകത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റണമായിരിക്കും. ഇപ്പോൾ ഒരു റോയൽ റംബിളിന്റെ സീസൺ ആയ
എന്നുള്ളൊരു ഫീൽ വന്നിട്ടില്ല. പിന്നെ ഫൈനലായിട്ടുള്ള ഒരു ന്യൂസ് WWE ഒരു പുതിയ ടൈപ്പാണ്. കോഡിയുടെ പോഡ്കാസ്റ്റ് ഒക്കെ ഫനാറ്റിക്സ് എന്ന് പറയുന്ന സ്റ്റുഡിയോയുടെ കീഴിലേക്ക് പോവുകയാണ്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഊസോസിനെ വെച്ചുകൊണ്ട് ഒരു പുതിയ റിയാലിറ്റി ഷോയും കൂടെ കൊണ്ടുവരുന്നുണ്ട്. ആ ഷോയുടെ പേര് ഈറ്റ് എന്നാണ്. പക്ഷെ അഡീഷണൽ ആയിട്ട് ഒരു എയും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഇതൊരു റിയാലിറ്റി ഷോ ആയതുകൊണ്ട് ഉറപ്പായിട്ടും റിക്കീഷിയും ബാക്കിയുള്ള ബ്ലഡ് ലൈനിന്റെ മെമ്പേഴ്സും നയോമിയൊക്കെ കാണുമായിരിക്കും. പിന്നെ ഗസ്റ്റ് ആയിട്ട് ഉറപ്പായിട്ടും വേറെ സൂപ്പർ സ്റ്റാർസും അപ്പിയർ ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇത് ഏറെ ചെയ്യുന്നത് എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് മിക്കവാറും യൂട്യൂബ് ആയിരിക്കും. പിന്നെ നാളത്തെ സ്മാക്ക് ഡൗണിന് വേണ്ടി അഡ്വർടൈസ് ചെയ്തിരിക്കുന്നത് ഡ്രൂവിന്റെ ഒരു പ്രോമോ ഉണ്ട്. പിന്നെ ആ നമ്പർ 1 കണ്ടന്ററിന്റെ ഒരു മിനി ടൂർണമെന്റ് നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കമലോ ഹേസിന്റെ US സ്റ്റേറ്റിൽ ഓപ്പൺ ചലഞ്ചും ആണ്. ഈ സ്മാക്ക് ഡൗൺ വീണ്ടും യൂറോപ്പിൽ നിന്ന് തന്നെയാണ് വരുന്നത്. നാളത്തെ ഷോ ലൈവായിട്ട് കാണണമെങ്കിൽ വെളുപ്പിനെ 1:30 കാര്യം മറക്കല്ലേ. വീഡിയോ കണ്ടതിനപ്പം നന്ദി. നാളത്തെ സ്മാക്ക് ഡൗൺ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ.